ഞാൻ പറഞ്ഞ സത്യത്തിൻ്റെ പേരിൽ എന്നെ കൊല്ലാം. അതവരുടെ ഇഷ്ടം. എന്നെ കൊല്ലാതിരിക്കുന്നത് പ്രകൃതിയുടെ ആവശ്യമാണ് എന്നെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. ഞാൻ എന്തിനു ഭയക്കണം? നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കാൻ തയ്യാറായാൽ, ഓരോ തലച്ചോറും വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെട്ടാൽ ലോകമൊക്കെ എന്നേ നന്നായിന്ന് പറയും. അപ്പം നന്നാവും ചീത്തയാലും ഇതിൽ ശരി തെറ്റെന്നുള്ള അങ്ങനെയാണ്. ഈ ശരി കോസ്മിക് എനർജി എന്നിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ എനിക്ക് വേണ്ടിയാണെന്ന് വിചാരിക്കാം. ആദ്യം മനസ്സിലാക്കണം ഞാൻ ഇത് എനിക്ക് വേണ്ടിയെന്നാണ്. ഇവിടെ ഞാൻ ഔദാര്യം പോലെ നിങ്ങൾക്ക് തരണേ. നിങ്ങൾക്കെന്തിനാ എൻ്റെ ഔദാര്യം? ഇതെൻ്റെ ചോദ്യമാണ്. ഞാൻ ഇമോഷണലൊന്നുമല്ല, പക്ഷെ ഇമോഷണൽ ആയ പോലെ ഉണ്ടാവും. അല്ല, കാരണം ഇതെന്ത് ഇയാൾ ഇത്ര ചൂടണ, അയാൾക്ക് തോന്നിയത് എൻ്റെ വിഷയമല്ലോ. ഞാൻ പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തം എനിക്ക് വേണ്ടു. നിങ്ങളെങ്ങനെ കേൾക്കുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല. എൻ്റെ പക്ഷം എന്താ വെച്ചാൽ കോസ്മിക് എനർജി എടുത്ത് നിങ്ങൾക്ക് ഞാൻ തരുമ്പോൾ എൻ്റെ ഔദാര്യം അല്ല അത്. ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ മാത്രമേ എൻ്റെ ഔദാര്യമുള്ളൂ. തീർച്ചയായിട്ടും എൻ്റെ ചുമതലയാണ്. മൂങ്ങ ശർക്കര തിന്നത് പോലെ ആവരുതെന്ന് കബീർദാസ് പറഞ്ഞ് വെറുതെ ഒന്നുമല്ല. മൂങ്ങ ശർക്കര തന്നാലും പഞ്ചാര തന്നാലും കയ്പയ്ക്ക് തന്നാലും പറഞ്ഞ് മൂടുള്ളൂ. ഇവിടെ കോസ്മിക് എനർജി കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൊറോണ വന്നു, ലോകത്തിൽ ഒരാൾക്കും കൊറോണ വരാത്ത കണ്ടീഷനാക്കാം എന്ന് ഞാൻ ചലഞ്ച് ചെയ്യും. നിങ്ങളുടെ ബോഡി അത് ബാധിക്കില്ല. ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് പോകാൻ നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കേണ്ട വാക്കുകളെ. അതായത് ഒരു വ്യക്തി പറയുന്നത് കേട്ട് അയാളെ ആരാധിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അയാളെ കൊല്ലുന്നതിന് തുല്യമാണ്. ഇവിടുത്തുകാരെ ഏറ്റവും പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ആരാധന ഒഴിവാക്കാനാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവനെ ആരാധിക്കാൻ പറ്റുമവനെ ആരെയും പേടിക്കണ്ട. ഇവിടെ നമ്മളുടെ അപ്പുറത്ത് കഴിവുകളുണ്ടെന്ന് വിശ്വസിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിശ്വസിക്കുന്നത് അയാൾക്ക് അത് കഴിവുണ്ടെന്ന്. ഇത് നമ്മളിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇയാൾക്ക് പറ്റുമെന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ ഞാൻ എന്താ പറഞ്ഞത്, എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു തരാമെന്നല്ല പറഞ്ഞത്, താങ്കളെ കൊണ്ട് ആധികാരികമായിട്ട് പറയിപ്പിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ശരിയാണ്, എനിക്ക് എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല ഇവിടെ, എന്നെ കൊന്നുകളയ ആൾക്കാർ. കാരണം ഐ ഹാവ് ടു ടെൽ ദ ട്രൂത്ത്. ഇപ്പം ഞാൻ ഇമോഷണൽ ആവുന്നുണ്ട്. സത്യം ഒന്നുള്ളൂ. നിങ്ങളെങ്ങനെയൊക്കെ അന്വേഷിച്ചാൽ ഒരു സത്യമുള്ളൂ ഇവിടെ. അവിടെ നമ്മൾ ഇമോഷണൽ ആവും. കാരണം ഞാൻ പച്ചയായ മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനായിട്ട് ജീവിക്കുന്നു. ആ സത്യത്തിന് ഇഷ്ടപ്പെടുന്നു. എനിക്ക് മനസ്സിലാവുന്നു അവർക്ക് എന്നെ കൊല്ലാം. ഞാൻ പറഞ്ഞ സത്യത്തിൻ്റെ പേരിൽ എന്നെ കൊല്ലാം. അതവരുടെ ഇഷ്ടം. എന്നെ കൊല്ലാതിരിക്കുന്നത് പ്രകൃതിയുടെ ആവശ്യമാണ് എന്നെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. ഞാൻ എന്തിനു ഭയക്കണം? തിരിച്ചറിവ് ഭയം ഇല്ലാണ്ടാക്കും, തിരിച്ചറിവ് തന്നെ ഭയം ഉണ്ടാക്കുകയും ചെയ്യും. പാമ്പ് കടിക്കും എന്നുള്ള തിരിച്ചറിവ് നല്ലതാ. അല്ലാതെ കടിക്കണം ഭയം ഇല്ലാണ്ട് അവിടെ ചെല്ലുന്നു, അത് കടിച്ചു പോകും, ചിലപ്പോൾ പോവുകയും ചെയ്യും. അവിടെ തിരിച്ചറിവ് ഭയത്തിനെ ഇല്ലാണ്ടാക്കുകയും ചെയ്യും, ഭയം ഉണ്ടാക്കുകയും ചെയ്യും. ഭയം ചിലത് നല്ലതും ചിലത് ഇലക്ട്രിക് വയറിൽ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുന്നത് നമ്മുടെ മേലിൽ പൊള്ളുന്നുള്ള അറിവ് നല്ലതാ. അതൊരു ഭയം നല്ലതാ. അപ്പോൾ ഇവിടെ നമ്മൾ കോസ്മിക് എനർജിയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. കോസ്മിക് എനർജി ഈ ലോകത്തിൽ ആർക്കും ഉപയോഗിക്കാം. അവിടെ MBBS എടുക്കണമെന്നില്ല എന്ന് സാരം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് MBBS ഒരു ഡിഗ്രി മാത്രമാണ്. അവർ ആ ഡിഗ്രിയിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണ് അപ്പുറത്ത് റേക്കി പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്ന സംഗതികളൊക്കെ എടുക്കുന്നത്. ഇവിടെ ആരും അവസാന വാക്കുകളില്ല, ആദ്യ വാക്കുകളും ഇല്ല. കാരണം ഞാൻ കാണുമ്പോഴൊക്കെ ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണുമ്പോൾ ഒരു പാടം റോഡായിട്ടുണ്ട്, അത് എനിക്ക് ശേഷം വന്നിട്ടുള്ളതാണ്. എൻ്റെ ചോദ്യം, റെയിൽ കണ്ടുപിടിച്ച ആളുടെ റിസ്ക് ഒന്നും കേവലം ഒരു വഴിവെട്ടാൻ വരണില്ല. ആലോചിച്ച് നോക്കുക. ഇവിടുന്ന് രാജസ്ഥാനിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ വരുന്നത്, വന്നിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ രാജസ്ഥാനിൽ നിന്ന് വരുമ്പോൾ എൻ്റെ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽ കയറ്റം കയറിയായിരുന്നു എന്ന് ഒരൊറ്റ ആൾ പറയില്ലേ? പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. കയറ്റം കയറുന്ന റെയിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതോ ഒരു ലെവലിൽ ഇങ്ങനെ പോവല്ലേ ചെയ്യണേ? അത്ര റിസ്ക് ഉണ്ടോ വേറൊരു സാധനം ഉണ്ടാക്കാൻ? എൻ്റെ ചോദ്യം ജെനുവിനാണെന്ന് എനിക്ക് മനസ്സിലാവും, പക്ഷെ അത് ജെനുവിനല്ലാന്ന് തോന്നുന്നത് അത് എൻ്റെ തെറ്റല്ല. ഇവിടെ കോസ്മിക് എനർജി എന്നുള്ളത് ആരെയും കുത്തകയില്ല. നിങ്ങൾക്ക് എടുക്കാം, എനിക്കെടുക്കാം. പ്രാപഞ്ചിക ഊർജ്ജമാണത്. പ്രപഞ്ചത്തിന് ഇഷ്ടം പോലെ. അതായത് എൻട്രോപ്പി എന്നുള്ളൊരു വേർഡ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതിൻ്റെ മീനിങ് അറിയുമോ? അറിയില്ല. ഉപയോഗിക്കപ്പെടാത്ത ഊർജ്ജം എന്നാണ് എൻട്രോപ്പി എന്ന് പറഞ്ഞൊരു വേർഡിൻ്റെ മീനിങ്. അതായത് നമ്മൾ ഇങ്ങനെ അടിച്ചാലും ശബ്ദം കേൾക്കും, ഇങ്ങനെ അടിച്ചാലും ശബ്ദം കേൾക്കും. ഇത്ര ഊർജ്ജം വേസ്റ്റാ. ഈ റേക്കിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഈ കോസ്മിക് എനർജി ഈ സോഴ്സ് രണ്ടും ഈ സാധനം. അതായത് സങ്കല്പിക്കുന്ന ആളെ ഇടത് കൈയിലാണെങ്കിൽ ഇതുകൊണ്ടും വലത് കൈയിലാണെങ്കിൽ ഇതുകൊണ്ടും ചെയ്യും. അവിടെ ഒബ്ജക്റ്റിനെ ഇടത്ത കയ്യിൽ വെക്കും. ഇതൊരു സിസ്റ്റമാണ് കേട്ടോ, ഒരു രീതിയാണ്. ഇങ്ങനെ കോസ്മിക് എനർജി വലത് കൈ കൊണ്ട് എടുത്തിട്ട്, ഞാൻ നേരത്തെ നിങ്ങളെ കൈ പിടിച്ചിട്ട് ഇടത്ത കൈ കൊണ്ടാണ് എടുത്തത് എനർജി എടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് ആളാട് പുറത്തുനിന്ന് എടുത്തതൊന്നുമല്ല. സൂര്യൻ്റെ എനർജി വെളിച്ചാകുമ്പോൾ ഞാൻ ശ്വാസം വലിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം സൂര്യൻ ഇല്ലാണ്ടിരിക്കില്ലേ, മേഘങ്ങൾ മൂടിയിട്ടേ ഉള്ളൂ. അമേരിക്കയിലാണ് സൂര്യൻ, കിഴക്കാണ് സൂര്യൻ. എല്ലാ സൂര്യനിടം കിഴക്ക്. നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് കിഴക്ക് ഉദിക്കണമെന്ന് പറഞ്ഞിട്ട് ഉദിക്കുന്നിടം കിഴക്കുന്നത്
നേരെ അറിയുമ്പോൾ നേരത്തെ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടിയോട് പറയിപ്പിച്ചിട്ടുണ്ട് സംവിധായകൻ. അപ്പം ഇവിടെ ഈ എനർജി ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ കാണിച്ചു തരാൻ വേണമെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ ഇപ്പോൾ കാണിച്ചു തരാൻ റെഡിയാണെങ്കിൽ. ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എത്രത്തോളം ശരിയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, ഒരാളുടെ കാലിൻ്റെ പാദം ഭയങ്കര വേദനയുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 2 വർഷം മുൻപുള്ള ഒരു കഥയാണ്. എൻ്റെ കൂടെ സ്ഥിരം മാർക്കറ്റിൽ പല അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യമായിട്ട് വന്ന സമയത്ത് അയാൾക്ക് പെയിൻ ഉണ്ട്. പക്ഷേ നമുക്ക് രാത്രി കിടന്നുറങ്ങാൻ ഒരു 5-6 മണിക്കൂർ മാത്രമേ കിടന്നുള്ളൂ. അടുത്ത ദിവസം രാവിലെ വീണ്ടും ജോലി ചെയ്യണം, എങ്കിലേ നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം നടക്കാൻ വയ്യ. അപ്പോൾ അദ്ദേഹം അടുത്ത് നിന്നിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്തു, വേദന മാറി. ഓക്കെ. അപ്പോൾ ഇത് കോസ്മിക് എനർജിയാണെന്നുള്ള കാര്യം ഞാനിത് മുൻപ് പലയിടത്തും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനത് ഷെയർ ചെയ്യാൻ പോയില്ല. അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു, അതിൻ്റെ മോളിക്യൂൾസിനെ എനർജൈസ് ചെയ്യുന്നു, കൊടുക്കുന്നു, ഫിസിക്കലി ഓക്കെ ആയി. അപ്പോൾ പ്രദീപ് എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ എസ് എന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു എക്സ്പെരിമെൻറ്റ് പുള്ളി കാണിക്കുന്നത്, നമ്മൾ സൂര്യനെ സങ്കല്പിക്കുന്നു, സൂര്യൻ്റെ എനർജിയെ കയ്യിലേക്ക് കൺസീവ് ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ കണ്ണിൽ കൊണ്ടുവരുന്നു, കുറേ സമയം ചെയ്യുന്നു. കുറച്ച് സമയം ചെയ്യുമ്പോൾ ഒരു ഹീറ്റ് അനുഭവപ്പെടും. അതിനുശേഷം ഈ സർഫസിൽ 2 കൈയെ നമ്മൾ അടുപ്പിച്ച് സാധാരണപ്പെട്ട എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു എനർജി ഇപ്പോൾ ഫീൽ ചെയ്യും, എന്തോ ഒരു ബോൾ പോലെ ഫീൽ ചെയ്യും. അതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലൊരു എനർജി കൺസീവ് ചെയ്യുന്നു. ഇത് വേറൊരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന സമയങ്ങളിൽ അവർ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറുമെന്നാണ് പറയുന്നത്. ഞാൻ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും മാറണത് അവരുടെ കോപ്പറേഷൻ ഈ മാറില്ല. അതായത് യു ട്രസ്റ്റ് അപ്പോൺ ഹിം. ഈ ട്രസ്റ്റ് അവിടെ ഇല്ലെങ്കിൽ അപ്പം അതിന് വിശ്വാസം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാം. സബ്ജക്റ്റിലേക്ക് പോകാൻ പറ്റുന്ന സാധനമാണ് വിശ്വാസം എന്താണെന്ന്. അപ്പം ഇവിടെ കോസ്മിക് എനർജി എന്ന് പറയുന്ന സംഗതി ഡോക്ടർമാരെടുക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ പക്ഷം. കാരണം എന്താ വെച്ചാൽ അവർ തയ്യാറാണ് അവരുടെ ഈഗോയുടെ മുകളിലേക്ക് വരാൻ, അല്ലെങ്കിൽ അവരുടെ ടൈറ്റിലിൻ്റെ മുകളിലേക്ക് വരാൻ തയ്യാറാണ്. അതാണ് അതിൽ ശരി. ഞാൻ എൻ്റെ ഈഗോയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേദനയില്ല, മനോവേദനയില്ല. കാരണം ഈഗോയുടെ മുകളിൽ കയറി കഴിഞ്ഞു. ഞാൻ എന്ന് പറയുന്ന സാധനം തലച്ചോറിൻ്റെ പ്രൊഡക്റ്റാണ്. ഞാനെന്ന് പറയുന്നത് ഞാനാണ്. ഈ ഫിസിക്കൽ സാധനത്തിലെ തലച്ചോറാണ് സുരേഷ് ബാബു എന്ന് പറഞ്ഞ വിളി കേൾക്കണത്. ശരിയല്ലേ? ഹൃദയം വിളി കേൾക്കണില്ല എപ്പോഴും. ഹൃദയത്തിന് വേറെ വിളിയാണ്. ഇപ്പം സംഗീതം കേട്ടാൽ ഓട്ടോമാറ്റിക്കലി ഹൃദയം നല്ല സാധനം കണ്ട് ബീറ്റ് ചെയ്യുക. ബീറ്റിങ്ങൾ തലച്ചോറിലടിയൊന്നും കിട്ടുന്നു. നോക്കിയാൽ തൊട്ടുനോക്കിയാൽ അങ്ങനെയാണ് പറയുന്നത്. വേറെ ആളോട് ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് തൊട്ടുനോക്കിയാൽ പിടിച്ചോക്കിയാൽ ഒരു കക്ഷി, ഒരു കോമഡിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു ഹരിദാസും ചന്ദ്രനും ഉണ്ട്. ഈ ഹരിദാസും ചന്ദ്രനും ഒരു ദിവസം ചന്ദ്രൻ ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിൻ്റെ ആളാണ്. വർത്താനം പറയുമ്പോൾ ഹരിദാസ് ഇങ്ങനെ നടക്കുമ്പോൾ ചന്ദ്രൻ ഇങ്ങനെ നടക്കും. മുഖം നോക്കിയാൽ സംസാരിക്കാൻ പറ്റില്ല ആൾക്ക്. നോക്കണ ദാസ കുളിര് എന്ന് പറഞ്ഞപ്പോൾ ഹരിദാസ് വളരെ സീരിയസ് ആയിട്ട് ഏടാ വലിയൊരു കുളിര് പിടിക്കുന്നു, കയ്യുമേ വലിയൊരു കുളിരുന്ന്. അങ്ങനെ കാണാൻ പറ്റുമോ നമുക്ക്? വേറൊരാളുടെ ബോഡിയിൽ രോമം എഴുന്നേറ്റ് നിൽക്കുന്നു, അതിൻ്റെ ഇടയിൽ ആ ആളെ കളിയാക്കണോ അപ്രീഷിയേറ്റ് ചെയ്യണോ ചെയ്തതെന്നുള്ള ആൾക്കാർക്ക് ഈ ആളിത് അറിയണില്ല. അങ്ങനെയുള്ള എക്സൈറ്റ്മെൻറ്റും ഇതാണ്. ഇവിടെ താങ്കൾ വിശ്വസിക്കുന്നു ഈ ആൾക്ക് ഇതിനൊക്കെ കഴിയുന്നുണ്ട്, ഇത് കഴിവൊന്നുമില്ല എന്ന് വിചാരിക്കുക, അങ്ങനെ വിശ്വസിച്ചെന്ന് വിചാരിക്കുക. അയാളിത് റിയലായിട്ട് കൊണ്ടുവച്ചാലും ഇവിടെ റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ വിശ്വാസത്തിനെയാണ് ഇത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. കോസ്മിക് എനർജി നമുക്ക് കയ്യിൽ കൊണ്ടുവരാം. അതും ഇപ്പം ഞാൻ കൊണ്ടുവന്നതിന് കൂടിയും ഫീൽ ചെയ്യിക്കാം. അത് ഏത് രീതിയിലാണ് നമുക്ക് ക്ലാസ് കൊടുക്കാനും എന്താണ് സംഗതി, റേക്ക് എന്താണ് ഞാൻ കണ്ട റേക്ക് അതും കൂടി ഉണ്ട്. അതായത് പലർക്കും പലതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ കോസ്മിക് എനർജി, അല്ലാതെ പാറ്റേൺ ഓഫ് എനർജി, അല്ലെങ്കിൽ എന്താ റേക്കി, പ്രാണി ഹീലിംഗ് എന്ന് പല രീതിയിൽ പലരും പറയുകയും പല സങ്കല്പം ചെയ്യുകയും അതനുസരിച്ച് റിസൾട്ട് ഓറിയൻറ്റഡ് ആവുകയും ചെയ്യുന്നുണ്ട്. സോ താങ്കൾ റിയലി എ ട്രൂ ഇൻസ്പിറേഷൻ ആൻഡ് എന്താ പറയുക ട്രൂ വണ്ടർഫുൾ പേഴ്സൺ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം താങ്കൾ വളരെ ഇമോഷണലി എക്സ്പ്രഷനോട് കൂടിയാണ് ഇവിടെ അതിനെപ്പറ്റി പറയുകയുണ്ടായത്. എനിക്ക് ഞാനായേ പറ്റൂ. ഡെഫിനറ്റ്ലി. അപ്പോൾ ഇത് സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇതിന് തെറ്റിദ്ധാരണ മാറട്ടെ. കോസ്മിക് എനർജി ഈ പറയുന്ന ഒരു റിയൽ എനർജിയാണെന്നും അതിനെ പഠിക്കാൻ താല്പര്യമുള്ളവർ റൈറ്റ് ഗൈഡൻസോടുകൂടി നല്ലൊരു ഗുരുവിനെ കിട്ടട്ടെ എന്നും ആശംസിക്കുന്നു. സന്തോഷം, നന്ദി, നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.